രാത്രി ഉറക്കം കിട്ടാത്തത് വെറുതെ അല്ല, എന്തോ തക്കതായിട്ടുള്ള പേടി കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും ആശങ്കയിലാണ് ജപ്പാനും ചൈനയും എല്ലാം. വലിയൊരു പ്രകൃതി ദുരന്തം സംഭവിക്കും എന്നാണ് പ്രവചനം. ഇപ്പോഴും എന്റെ ഞെട്ടല് മാറിയിട്ടില്ല വൈദ്യരെ. എന്നാൽ ശാസ്ത്രീയ അടിത്തറ ഇല്ലാത്ത പ്രവചനമാണ് എന്നാണ് ശാസ്ത്രീയ ലോകം പറയുന്നത്. അതുകൂടെ മനസ്സിലായില്ലേ? ശാസ്ത്രീയ അടിത്തറയൊന്നുമില്ല എങ്കിൽ പോലും ഇതിനു മുൻപുള്ള പ്രവചനങ്ങളൊക്കെ ഫലിച്ചു എന്ന ഒരു കാരണത്താലാണ് ലോകമെങ്ങും ആശങ്കയോടെ ഉറ്റുനോക്കുന്നത്. ജപ്പാൻ ഇന്നും ഉണ്ടോ, നിലവിലുണ്ടോ, തകർന്നു പോയോ? അങ്ങനെ ഒരുപാട് പേർ നമ്മളോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എന്തായാലും ഇവരുടെ ഒരു കൃതി, അതായത് റിയോ തൽസുഗിയുടെ കൃതിയിൽ പറഞ്ഞിരിക്കുന്ന 15 കാര്യങ്ങളുണ്ട്. അതിൽ 15ഉം പലതരത്തിലുള്ള ദുരന്തങ്ങളാണ്. മോശം. ഇതിനൊക്കെ ഇങ്ങനെ റിയാക്ട് ചെയ്യാൻ പാടുണ്ടോ? ഈ ദിവസത്തിന്റെ മൂഡ് കളയാന പ്ലാൻ. ഇന്നാണ് ആ ദിവസം, ജൂലൈ 5. ജാപ്പനീസ് ബാബ വാങ്ക എന്ന റിയോ തത്സുകിയുടെ പ്രവചനം ഫലിക്കുമോ? അന്നെക്കാട്ട ഞാൻ അയ്യൊക്കെ ജനിക്കുന്നതിന്റെ മുന്നേ ഉള്ള കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ വിടലാന്നങ്ങോട്ട് പറഞ്ഞ് തള്ളിക്കളയരുത് കേട്ടോ. അതിൽ 12ഉം സാധ്യമായിട്ടുണ്ട്, അല്ലെങ്കിൽ നടന്നിട്ടുണ്ട്, സത്യമായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കൃതിയുടെ ആരാധകർ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതെ, തമാശയല്ല, കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ. അതിലൊന്നായിരുന്നു കോവിഡ് വ്യാപനവും അതുപോലെ തന്നെ 2011 സുനാമിയും എല്ലാം തന്നെ. ഇത്തരം കാര്യങ്ങൾ മുൻനിർത്തിയാണ് ഈ ആരാധകർ ഇക്കാര്യവും നടക്കും അല്ലെങ്കിൽ സംഭവിക്കും എന്നുള്ള ഒരു ആശങ്ക പങ്കിടുന്നത്. ഇത് വലിയ പുലിവാലല്ലോ കർത്താവേ. അതിന്റെ ഭാഗമായിട്ട് വലിയ നഷ്ടങ്ങൾ ജപ്പാനിലും ചൈനയിലും എല്ലാം തന്നെ സംഭവിച്ചിട്ടുണ്ട്. ടൂറിസം മേഖലയിലാണ് പ്രധാനമായും ഈ ഒരു പ്രവചനം ബാധിച്ചിട്ടുള്ളത് എന്നാണ്. അങ്ങനെ സംഭവിച്ചൂടായില്ല, ശാസ്ത്രം വളരെയല്ലേ. പുലർച്ചെയോടെ വലിയൊരു ദുരന്തം ഈ ജപ്പാനിലും ചൈനയ്ക്കും ഇടയിലുള്ള പ്രദേശങ്ങളിൽ ഉണ്ടാകും എന്നുള്ളതായിരുന്നു പ്രവചനം. പക്ഷേ അത്തരത്തിലൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല, സംഭവിക്കാൻ പോകുന്നില്ല. വന്നാൽ വന്നു, ഇല്ലേ ഇല്ല. ഒരൊറ്റ കാര്യമുള്ളൂ, വരാനുള്ളത് എന്തായാലും വഴി തങ്ങില്ല. അത്രയും മനസ്സിലായില്ലേ? ധാരാളം. അപ്പൊ അതിനൊരു തീരുമാനമായി.